കോൺഗ്രസിനും പാർട്ടി ചെയർമാൻ പി.ജെ. ജോസഫിനും പുതുയുഗ യാത്രാ സമാപനത്തിൽ അവഗണന. 4 സീറ്റുകൾ പിടിച്ചെടുക്കാൻ നീക്കവുമായി കോൺഗ്രസ്. എതിർത്തും അനുകൂലിച്ചും നേതാക്കൾ. ജോസഫ് ഗ്രൂപ്പിൽ പൊട്ടിത്തെറി. വി.ഡി. സതീശൻ നയിച്ച UDF ജാഥയുടെ സമാപന യോഗത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനും UDFിലെ മൂന്നാമത്തെ കക്ഷിയുടെ നേതാവുമായ പി.ജെ. ജോസഫ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ പേര് പോലും ഉച്ചരിക്കാൻ വേദിയിൽ പ്രസംഗിച്ച ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കളോ ലീഗ് നേതാക്കളോ തയ്യാറായില്ല എന്നതാണ് വാസ്തവം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന രാഷ്ട്രീയ പാർട്ടി UDFിന്റെ ഭാഗമല്ല എന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ നേതൃത്വം നൽകിയ UDFിന്റെ ജാഥയിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ പെരുമാറ്റം. നിലവിൽ UDFിൽ പ്രായം കൊണ്ട് ഏറ്റവും തലമുതിർന്ന നേതാവ് കേരള കോൺഗ്രസ് ചെയർമാൻ പി.ജെ. ജോസഫ് ആണ്. എന്നാൽ ഇത്രയും തലമുതിർന്ന നേതാവായിട്ടും സമ്മേളനത്തിൽ പ്രസംഗിച്ചവർ അദ്ദേഹത്തിന്റെ പേര് മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് ഉണ്ടായത്. എന്തിന് സ്വാഗത പ്രസംഗത്തിൽ പോലും അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടില്ല. എന്നാൽ അതേസമയം മുസ്ലിം ലീഗിന്റെ നേതാക്കളായ പാണക്കാട് തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയെയും പുകഴ്ത്തി പറയാൻ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും വലിയ മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ നിരന്നിരുന്ന യോഗവേദിയുടെ മുൻനിരയിൽ സാക്ഷാൽ പി.ജെ. ജോസഫും ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പ്രസംഗിച്ചവരെല്ലാവരും കോൺഗ്രസ് നേതാക്കളുടെയും മുസ്ലിം ലീഗ് നേതാക്കളുടെയും പേരുകൾ പരാമർശിക്കാൻ മാത്രമേ തയ്യാറായുള്ളൂ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഇടുക്കി ഏറ്റുമാനൂർ സീറ്റുകളാണ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോകുന്നത്. കൂടാതെ കോതമംഗലവും തൃക്കരിപ്പൂരും കൂടി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കെ കരുണാകരന്റെ കാലം മുതൽ കേരള കോൺഗ്രസിനെ തീർത്തു കളയുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. അതേ നിലപാട് തന്നെയാണ് ഇന്നത്തെ പുതുതലമുറയിൽപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തിനും ഉള്ളത്. 15 വർഷങ്ങൾക്ക് മുമ്പ് കേരള കോൺഗ്രസ് മാണി വിഭാഗവും ജോസഫ് വിഭാഗവും തമ്മിൽ ലയിച്ചപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സഹിതമുള്ളവർ KM മാണിയോട് പറഞ്ഞത് ഈ ലയനത്തിന്റെ ഗുണവും ദോഷവും നിങ്ങൾ തന്നെ അനുഭവിച്ചോണമെന്നാണ്. അതിന്റെ ബാക്കി പത്രമാണ് KM മാണിയുടെ മരണശേഷം കേരള കോൺഗ്രസിനെ പിളർത്തി കേരള കോൺഗ്രസിന്റെ പ്രബല വിഭാഗമായ ജോസ് കെ മാണി പക്ഷത്തെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയത്. അന്ന് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എമ്മിനെ UDFിൽ നിന്നും പുറത്താക്കിയപ്പോൾ പി.ജെ. ജോസഫിന്റെ പാർട്ടിക്കാർ ഓർത്തത് കോൺഗ്രസ് തങ്ങളെ സംരക്ഷിക്കുമെന്നാണ്. എന്നാൽ അന്ന് ജോസഫ് ഗ്രൂപ്പുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി 10 സീറ്റ് അവർക്ക് നൽകി. ആ 10ൽ 8 പേരെയും കോൺഗ്രസുകാർ തന്നെ കാലുവാരി തോൽപ്പിച്ചു. അന്ന് തോൽപ്പിച്ചെങ്കിൽ മാത്രമേ ഇപ്രാവശ്യം ജോസഫിന്റെ സീറ്റുകൾ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ നേരത്തെ തന്നെ കണക്ക് കൂട്ടി വെച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റ് നൽകും. അതിൽ ഒരെണ്ണം മാത്രമേ കോൺഗ്രസ് ജയിപ്പിക്കുകയുള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 5 സീറ്റുകൾ മാത്രമേ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകുകയുള്ളൂ. അങ്ങനെ ജോസഫ് ഗ്രൂപ്പിനെ തീർത്തു കളയുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. എന്നാൽ കോൺഗ്രസിന്റെ ഈ നീക്കത്തിനെതിരെ പി.ജെ. ജോസഫും മകൻ അപ്പു ജോൺ ജോസഫും ശക്തമായി രംഗത്ത് വന്നപ്പോൾ ചർച്ചയാകാമെന്ന നിലപാടിലാണ് മോൻസ് ജോസഫ്. ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസം പാർട്ടിയെ ഒരു പിളർപ്പിലേക്കാണ് നയിക്കുന്നതെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്.